വെളുപ്പാങ്കാലത്ത് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു കേട്ടോ. ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മനസ്സമാധാനം കിട്ടും. നല്ല സ്വപ്നം അല്ല കണ്ടത്. അതുകൊണ്ട് പിന്നെ വീട്ടുകാരെ കണ്ടേ പറ്റൂ എന്നുള്ള ചിന്താഗതി ആയതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഇതാ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ ഒരുങ്ങി കിട്ടി അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് വിശന്ന് പണ്ടാരടങ്ങി വന്നുകൊണ്ട് പിന്നെ കുറച്ച് ചോറെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ കൂട്ടത്തിൽ ഞാനും ഇറങ്ങി. അപ്പോൾ അമ്മ വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, ഈ കുടുംബശ്രീയുടെ തന്നെ ഈ നാട്ടുചന്ത എന്ന് പറഞ്ഞൊരു സംരംഭം പുതിയതായിട്ട് തുടങ്ങിയായിട്ടോ. അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഈ കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളും പച്ചക്കറി സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പൊരിപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം വിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മ ഒരു കരിക്കൊക്കെ വെട്ടി തന്നു. അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഫുഡ് അടി ആയിരുന്നു കേട്ടോ. പിന്നെ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് പൊരിപ്പ് സാധനം ഇട്ടു. പിന്നെ അമ്മയ്ക്ക് അവിടെ കച്ചവടം ഉള്ളതുകൊണ്ട് പിന്നെ അവർക്കും കൂടെ ആയിട്ടോ. അങ്ങനെ പിന്നെ അമ്മച്ചമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തു, ടാറ്റയൊക്കെ പറഞ്ഞു. പിന്നെ അമ്മേനെ റോഡി വരെ കൊണ്ടാക്കി കേട്ടോ. അവിടുന്ന് പിന്നെ വണ്ടി കയറി കൊട്ടാരക്കര ഇറങ്ങി. കൊട്ടാരക്കര ഇറങ്ങിയപ്പോൾ നമ്മൾ 2-3 ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ട് 2-3 അനിയത്തി കുട്ടികളെ അവരെയൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ വീട്ടിൽ വന്നു. അപ്പോൾ